ശ്രീജിത്ത്, ഇതിലിപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഈ കസ്റ്റമേഴ്സിനെ ഇവർ കണ്ടെത്തുന്നത്? ഏത് മാർഗത്തിലൂടെയാണ്? മറ്റൊന്ന്, ആരാണ് ഇതിന് പിന്നിൽ? ഏതെങ്കിലും ഒരു വ്യക്തി കേന്ദ്രീകൃതമാണോ? നമുക്കതൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീജിത്ത്? അനുജ, ഇത് കേവലം ഒരു വ്യക്തിയല്ല, കുറേയധികം ആളുകൾ. നേരത്തെ കരൾ മാറ്റ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കിഡ്നി മാറ്റ ശസ്ത്രക്രിയ ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഒരുപാട് പേർ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ, അതായത് തീർത്തും ദുരവസ്ഥയിലായ ആളുകളെ സമീപിക്കുക, അതിനുശേഷം കൃത്യമായ രീതിയിൽ അവരെ ഈ ഏജൻസിയുമായി ബന്ധപ്പെടുത്തുക, അവർക്ക് 6 ലക്ഷം രൂപ നൽകുമെന്ന് പറയുക. ഈ 6 ലക്ഷം രൂപ ഇവർക്ക് നൽകുന്ന തുക മാത്രമാണ്. ഏജൻസിക്ക് പ്രതിമാസം 50,000 രൂപ വരെ നൽകുന്നുണ്ട്. ഓരോ ആളുകളും പ്രതിമാസം 50,000 രൂപ വരെ നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. എറണാകുളം കേന്ദ്രീകരിച്ച് 3-4 ഹോസ്റ്റലുകൾ എന്നാണ് ആ പെൺകുട്ടി ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുണ്ട്. പക്ഷേ ഈ ഹോസ്റ്റലുകൾ വരുന്ന സമയത്ത് എല്ലാം നിയമപരമായി മാത്രമായിരിക്കും. കാരണം ഈ താമസിക്കുന്ന എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണ് അല്ലേ എടുത്തിരിക്കുന്നത്. അവരുടെ തീർച്ചയായും അനുജ, എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണ് മറ്റു ജില്ലകളിലെ സ്ത്രീകളെ പൂർണ്ണമായി എത്തിച്ച് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ ഈ പ്രസവം നടത്തുന്നു എന്നാണ് പറയുന്നത്. മറ്റ് നിയമപരമായ രേഖകൾ എല്ലാം അവരുടെ പക്കൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കും. അതിനുശേഷമാണ് മറ്റു ഇപ്പോഴും 6 യുവതികൾ ഹോസ്റ്റലിലുണ്ട് എന്ന് ഈ സ്ത്രീ തന്നെ പറയുകയാണ്. അപ്പോൾ അവരെല്ലാം ഗർഭിണികളാണ്. മാത്രമല്ല, എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്? ഇവർ വിവാഹിതരാകാത്ത സ്ത്രീകളാണോ? അനുജ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സംസാരിച്ച ഇരയുടെ ഈ സുഹൃത്ത് സംസാരിച്ച വിവരങ്ങളാണ്. അവർ പറയുന്നത് ഈ പെൺകുട്ടി 32 വയസ്സാണ്. ഈ പെൺകുട്ടിക്ക് പ്രായം. കോഴിക്കോട് സ്വദേശിനിയാണ്. ഈ പെൺകുട്ടിക്ക് കൃത്യമായ രീതിയിൽ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഭർത്താവ് അറിഞ്ഞാണ് ഇത്തരത്തിൽ എല്ലാം തന്നെ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 4 മാസത്തിനു ശേഷം ഈ പറയുന്ന എറണാകുളത്തെ ഹോസ്റ്റലിലേക്ക് ആക്കി. ശേഷം അവരെ ഈ ആശുപത്രിയിൽ ജൂൺ 15-ന് പ്രസവം നിശ്ചയിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ജൂൺ 15-ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അവരുടെ എല്ലാവിധ പ്രൊസീജിയറും പൂർത്തിയായി കഴിഞ്ഞു. ഇതിനുശേഷം മറ്റു തരത്തിലുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഈ പണം വാങ്ങി മടങ്ങി പോവുക എന്ന് മാത്രമാണ് ഇതിലുള്ളത്. മറ്റു തരത്തിലുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. പക്ഷേ അവർക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണം അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്നതും അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് വിളിച്ച് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതും. അപ്പോഴാണ് പുറത്തറിയുന്നത് ഇതൊരു ഏജൻസി ത്രൂ ആണ്, അല്ലെങ്കിൽ ഏജൻസി വഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന ഒരു വിവരം പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊരു ഏജൻസി എന്ന് പറഞ്ഞാൽ അതൊരു സംഘം തന്നെയായിരിക്കും. ഒരുപക്ഷെ കോഴിക്കോട് സ്വദേശിയായ 32-കാരിയാണ് ദുരിതത്തിൽ എന്ന് പറയുന്നു. എന്താണ് അവരുടെ നിലവിലെ അവസ്ഥ എന്നാണ് സുഹൃത്ത് ശ്രീജിത്തിനോട് പറഞ്ഞത്? ഒരു പൊതിച്ചോറ് കിട്ടാൻ വല്ല മാർഗമുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പോലും നമ്മൾ വിളിച്ച ആ ഒരു പൊതുപ്രവർത്തകയായ ആ സ്ത്രീയെ ബന്ധപ്പെടുന്നത്. അവർ കൃത്യമായ രീതിയിൽ തൃപ്പൂണിത്തുറ ഭാഗത്താണ്. ഒരു പൊതിച്ചോറ് കിട്ടാൻ മാർഗമുണ്ടോ? കഴിഞ്ഞ ദിവസം ചപ്പാത്തിയും പാവയ്ക്ക കറിയുമാണ് കഴിച്ചത്. അതൊരു ഘട്ടത്തിൽ പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം വളരെ മോശമാണ്. ആശുപത്രിയിൽ ചെക്കപ്പ് ഉണ്ട്. താൻ ഈ ഗർഭിണിയായിരിക്കുകയാണ്, അതുകൊണ്ട് തനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞാണ് ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് ഇവർ പരസ്പരം സംസാരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ഗർഭം ധരിക്കുന്ന സ്ത്രീകളെ ആവശ്യക്കാർ കൃത്യമായ രീതിയിൽ സമീപിക്കുന്നുണ്ട്. അവരുടെ ഈ കുട്ടികൾ വേണ്ട ആളുകൾ കൃത്യമായി സമീപിക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഏജൻസിക്കാർ കൃത്യമായ രീതിയിൽ പണം വാങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ ബിസിനസ് ശൃംഖലയായി വളരുന്ന ഒരു സംവിധാനമാണ്. 6 ലക്ഷം രൂപയൊക്കെ കിട്ടിയതായി നമുക്ക് അറിയാൻ കഴിഞ്ഞോ? ഏതായാലും ശ്രീജിത്ത്, ഇതൊരു വലിയ മാഫിയയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഇതിന് പിന്നിൽ ഒരു വ്യക്തി എന്നുള്ള തരത്തിലേക്കല്ല, ഇതൊരു വലിയ സംഘമാണ്. അത് പല ഏജൻസികൾ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 6 ലക്ഷം ഇവർക്ക് ലഭിക്കും എന്ന് പറയുന്നു. 6 ലക്ഷം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തും. കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ 24 പുറത്തുവിടുകയും ചെയ്യും. ആവശ്യമുള്ളവരുടെ പക്കൽ, കുട്ടികൾ ആവശ്യമുള്ളവരുടെ പക്കൽ നിന്ന് ഈ ആളുകൾ 50,000 രൂപ വീതം പ്രതിമാസം വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സിസേറിയൻ ആണ് സാധാരണയായി ഇത്തരം പ്രസവം നടത്തുന്നത്. അത് 15 ദിവസം അതിനുശേഷം ഹോസ്റ്റലിൽ താമസിക്കാനുള്ള സൗകര്യം, പിന്നീട്
തുടർ ചികിത്സകൾ ആവശ്യമാണെങ്കിൽ അത് ഇരകൾ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന കുറേ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 6 യുവതികൾ എറണാകുളത്തെ ഒരു ഹോസ്റ്റലിൽ ഈ തരത്തിൽ കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ അങ്ങേയറ്റം ദുരിതമയമാണ് എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പൊതുപ്രവർത്തകയിൽ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ ഇത്രയും വിവരങ്ങൾ ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അധികൃതരുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുകയും ചെയ്യും. വാടക ഗർഭ മാഫിയയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും. മറ്റ് ജില്ലകളിൽ നിന്നൊക്കെയുള്ള സ്ത്രീകളാണ് എറണാകുളത്ത് വന്ന് താമസിക്കുന്നത് എന്നുള്ളതാണ്. വാടക ഗർഭം എന്നുള്ളത് ഒരു വലിയ ബിസിനസ്സായി അതിന് പിന്നിലൊരു മാഫിയയുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ശ്രീജിത്ത് ശ്രീകുമാരൻ ആണ് പുറത്തു കൊണ്ടുവന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.